ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിത് വന്നതേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ കുട്ടികൾക്ക് കയ്യിൽ കോയിനൊക്കെ കൊടുത്തിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ 2 പേര് കയ്യിൽ എപ്പോഴും കോയിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ, കാരണം അവരങ്ങനെ വായിലൊന്നും ഇടാറില്ല. അതുകൊണ്ട് ഞാൻ വലിയ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഫുൾ എണ്ണ ഇട്ട് തന്നെ ആയിരുന്നല്ലോ അവന് ഞങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചുറ്റുഭാഗം എല്ലാവരും നോക്കാനൊന്നുമില്ല, ഞാനും ആദമും ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, അവനങ്ങനെ പേപ്പർ വായിലിടല് അതുപോലെ കയ്യിൽ കിട്ടിയതെല്ലാം വാഴണൊരു സ്വഭാവം ഒന്നും അവനക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെനിക്ക് അവൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അടുത്ത് കുറച്ച് ദിവസം മുമ്പ് അവന് കോയിനായിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അവൻ ജസ്റ്റ് വയലിന് വെച്ച് അങ്ങനെ എന്താണെന്നറിയില്ല അവൻ ഇറങ്ങിപ്പോയി. ഒന്നും പറയാനില്ല, കാരണം രാത്രി ആയിരുന്നു. ആ കോയിൻ ഇറങ്ങിപ്പോയി. അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞ്, ഉമ്മച്ചി പൈസ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു പോകും ഉമ്മച്ചിയെന്ന് ചോദിച്ച്. ഞാൻ മരിച്ചു പോവാതമ്മയെന്ന് തന്നെ കൊട്ടിക്കരച്ചിലും നിലവിളിയാണ് തുടങ്ങി. ഉമ്മച്ചി അപ്പം ഞാൻ മരിച്ചു പോകും ഉമ്മച്ചിയെ, ഞാൻ കോയിൻ ഇറക്കി ഉമ്മച്ചിയെ പറ്റും ഭയങ്കര കരച്ചിൽ. അപ്പം പൈസ ഇറക്കിന്നാ. അപ്പം എനിക്കും ആകെ ടെൻഷനായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ 2 ദിവസം 3 ദിവസം മുമ്പാണ് ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ടായിരുന്നു കോയിൻ ഇറക്കിയിട്ട് ഒരു ഉണ്ണി ഇതുപോലെ മരിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആകെ വെപ്രാളായിട്ട് ഞാൻ ആദ്യത്തെ 2 കിട്ടിയിട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, 2 നല്ലോണം ഞാൻ 2 കൊടുത്തു. എന്നിട്ട് അത് മേടിച്ചിട്ട് കരഞ്ഞിട്ട് എൻ്റെ മോന് ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ സാരെല്ലാം മാറിക്കോളും അങ്ങനല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടിക്ക് പേടിയും ടെൻഷനൊക്കെ കൂടി വന്ന് കുട്ടി നെഞ്ഞത്ത് കൈ വെക്കലും നെഞ്ഞത്ത് ഇങ്ങനെ അടഞ്ഞ് നെഞ്ഞുവേദനയൊക്കെ തുടങ്ങി, കരച്ചിലൊക്കെ തുടങ്ങി. ഞാനായിട്ടൊന്നും പരീക്ഷിക്കാൻ നിന്നില്ല, കാരണം നമ്മളായിട്ടൊന്നും പരീക്ഷിക്കാൻ നിൽക്കണ്ട, കാരണം മക്കളാണ്. അപ്പം എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിട്ട് ഒരാളെയും കിട്ടണില്ല. ഷെഫിക്കാക്ക് വിളിച്ച്, നസീർക്കാക്ക് വിളിച്ച്, ഗണേശേട്ടനെ വിളിച്ച്, നമ്മൾ ഓട്ടോറിക്ഷക്കാരൻ നമ്പറൊക്കെ ഉള്ള ആൾക്കൊക്കെ വിളിച്ച് ഒരാളെയും കിട്ടാല്ല. ജാഷിക്ക് ഇവിടെ ഇല്ല, ജാഷിക്ക് തളിക്കുളത്തോ അങ്ങനെ എവിടെയാണ് വിളിച്ചപ്പോൾ. ജാബിക്കാണെങ്കിൽ നാട്ടിലുമില്ല. അപ്പോൾ ഞാൻ ആകെപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓട്ടോറിക്ഷ കിട്ടണില്ല. കറക്റ്റ് ടൈമിൽ കുഞ്ഞുപ്പയും വന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞുപ്പാടെ ബൈക്കായിട്ട് നേരെ പോയി മുത്തമ്മയിൽ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ഇവിടെ എൽന ബേബി ഉറങ്ങിയാണ്. ഉമ്മാക്കിന് കുട്ടീനായിട്ട് വരണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഈ കുട്ടീനെ ഒരുക്കിയിട്ടൊന്നും വരാൻ നിൽക്കണ്ട, ഞാൻ മോനായിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹയാത്തിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഹയാത്തി കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ ഇവിടെ ആണ് കേട്ടോ കോയിന് ശരിക്കും ഇവിടെ ഒരു റൗണ്ടിൽ ഇങ്ങനെ കെടുക്കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുഴപ്പമില്ല, പേടിക്കാനല്ല, മോഷൻ കൂടെ പോയിക്കോളും, 2-3 ദിവസം നോക്കിയാൽ മതി, പേടിക്കാനല്ല. അവരവിടുന്ന് മെഡിസിൻ കൊടുത്തു. അവനക്ക് വെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര വേദന നെഞ്ഞ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചപ്പോൾ ഇറങ്ങിയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു അവന് കോയിൻ ഇറക്കിയപ്പോൾ തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം കുടിച്ചതാണ് കേട്ടോ. അത് ഡോക്ടർ പറയുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ വെള്ളം കുടിച്ചു, കാരണം അത് ഇറങ്ങിപ്പോയത്. അപ്പം തന്നെ ആ കോയിൻ ഇട്ടിട്ട് അപ്പം വെള്ളം കുടിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അത് ഇവിടെ എങ്ങാനും ലങ്സിലൊക്കെ ഇരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാൻ നേരം വരെ കാത്തിക്കേണ്ട ആവശ്യം വരില്ല. അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ പേടിയായിട്ടോ. അപ്പം എന്താ വെള്ളം കുടിച്ച കാരണം അതിങ്ങനെ ഇറങ്ങിയത് എന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, അത് നന്നക്കോയില അങ്ങനെ എന്തോ കോയിലാണെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ അത് ഇറങ്ങിപ്പോയിക്കോളും, മോശം കൂടെ പോയിക്കോളും എന്ന് പറഞ്ഞിട്ടോ. പക്ഷെ നിങ്ങൾക്ക് അത്ര പിന്നെ കുട്ടികളെ ഡോക്ടറെ കാണിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എൻഡോസ്കോപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഹയാത്തിന്ന് പിന്നെ നേരെ കുട്ടീനെ രാത്രി ആയിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഒറ്റക്കായിരുന്നു, ഞാനും എൻ്റെ ആദമും. അപ്പോൾ ഓട്ടോക്കാരൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല. മുത്തമ്മയെന്ന് വെച്ചാൽ ഓട്ടോക്കാരനാണ്. ആ ചേട്ടൻ എനിക്ക് ആ ചേട്ടനെ അറിയില്ല. ചിലപ്പോൾ എൻ്റെ ഇവിടെ ഇക്കാരൊക്കെ അറിയായിരിക്കും, പക്ഷെ എനിക്ക് ആളെ അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉമ്മയുടെ വന്നിട്ട് പറഞ്ഞു, ഉമ്മ എൻ്റെ ഗൂഗിൾ പേയിലെ പൈസ, ഞാൻ കുട്ടീനായിട്ട് വണ്ടി കയറിയപ്പോൾ തന്നെ ഉമ്മ ജീപ്പിലെ പൈസ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കയറി. അപ്പോൾ ആൾ പറഞ്ഞു, വേഗം കയറി, കുട്ടി കോയിൻ ഇറക്കിയതല്ല, വേഗം കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ജീപ്പ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ആൾ എന്നെ എന്താ പറയുക, ഞാൻ എന്നിട്ട് എൻ്റെ കൂടെ എക്സ്റേ എടുക്കാനായാലും ഞാൻ ഒറ്റക്കാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് എല്ലാവരും വരെ ഞാൻ അവിടെ നിന്നുകൊണ്ടെന്ന് പറഞ്ഞിട്ടോ. മോളെ ഏട്ടനാന്ന് വിചാരിച്ചാൽ മതി, സ്വന്തം ചേട്ടനാന്ന് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചേട്ടനെ എന്താ പറയുക, മോനെ എക്സ്റേ എടുക്കാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ വരെ ആളുണ്ടായിരുന്നു. അവർ വന്നതിൻ്റെ ശേഷമാണ് പോയത് കേട്ടോ. നമ്മളവിടെ ഒറ്റക്കാക്കി പോയൊന്നുമില്ല. അതൊക്കെ ശരിക്കും ഒരു തന്നെയാണ്. കാരണം വേറെ ഉള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ആണ്ടാക്കിയിട്ട് അവരവിടെ പോകും. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. എൻ്റെ നിന്ന് പൈസയും മേടിച്ചില്ല കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു ജീപ്പേ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടുണ്ട്, അതവിടെ വെച്ചാൽ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ആ ചേട്ടനെ ഞാൻ ഇന്നും മുത്തമ്മയിൽ ഞാൻ പോകുമ്പോൾ ഞാൻ നോക്കൂട്ടോ, ആ ചേട്ടനോട് കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കാണുന്നുണ്ടെങ്കിൽ ആ പൈസ എന്തായാലും കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ നോക്കാറുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല ആളട്ടോ അവിടെ. അങ്ങനെ ആ ഒരു സംഭവം വന്ന് ഹോസ്പിറ്റലുണ്ടായി. ഇനി ഒരു സംഭവം
പോവണ്ടേ ഈ ഒരു പൈസ. 2 ദിവസം 3 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത്. പിന്നെ ഞായറാഴ്ച ആയിരുന്നു. 3 ദിവസം കാത്ത് 4ാമത്തെ ദിവസം ഞായറാഴ്ച ആയിരുന്നു. 4ാമത്തെ ദിവസം നോക്കി, അന്നും വന്നില്ല. എന്നിട്ട് തിങ്കളാഴ്ച 5ാമത്തെ ദിവസം പോയിട്ട് ഒന്നുകൂടി എക്സ്റേ എടുത്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അത് ഈ ഒരു സൈഡിലോട്ട് ഇവിടേക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തെറ്റി. അപ്പം എന്നൊക്കെ നിന്ന് മാറി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഇനി ഇത് ഇറങ്ങി വരില്ല, ഇത് ഞാൻ എന്തായാലും എൻഡോസ്കോപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കീ ഹോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടോ. ഒശോ, അപ്പം ആകെ കിളി പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു എന്തോ ഒരു ഭയങ്കര ആകെ ഒരു ഭയങ്കര ടെൻഷനായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര, അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു സമാധാനം എന്ന് പറയണത് ഉണ്ടായിരുന്നില്ല. എന്താ, കരയാനും പറ്റണില്ല, ചിരിക്കാനും പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. എന്തോ ഒരു സാധനം വെറുതെ ഇങ്ങനെ എന്തോ ഇട്ടിങ്ങനെ പോണ പോലെ ആയിരുന്നു കേട്ടോ എൻ്റെ അപ്പത്തെ ഒരവസ്ഥ ഒക്കെ. അവന് ഭക്ഷണം കഴിക്കാനായാലും ഒക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് പോവില്ല, അതിന് കീ ഹോൾ ചെയ്യണം അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ചെയ്യണമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. എടുത്ത് പറയണത് എല്ലാവരും തന്നെ, നമ്മൾ അടുത്തടുത്ത് ചേച്ചിമാരായാലും ഫാമിലി ആയാലും എല്ലാവരും നല്ലോണം എന്താ പറയുക, അവനക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. വേഗം കിട്ടാണ്ട് തൊട്ടാ ഓരോ നേർച്ച നെയ്യത്താക്കിയിട്ടായാലും ഓരോ നമ്മൾ ആ ഫാമിലി ആയാലും നമ്മളെ അടുത്തടുത്ത് ചേച്ചിമാർ അവരമ്പലത്തേക്ക് ഓരോരുത്തർക്ക് പറ്റുന്നതൊക്കെ എല്ലാം നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇന്നാലെ കുറേ. എന്നിട്ട് അവിടുന്ന് അവർ 2 ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് വരാം, ഞാൻ നിങ്ങളതൊന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഉണ്ണി വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് ഒരാൾക്ക് ഇങ്ങനെ അവർ ആ ഫാമിലി ഓരോരുത്തർ പറഞ്ഞു. പക്ഷെ എനിക്കൊരു സമാധാനമല്ല. അപ്പം അഡ്മിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുന്നിട്ട് പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ 5, 6, 7, 8 അങ്ങനെ 8 ദിവസമായി ഇതുവരെ മോട്ടയുടെ മോശൽ കൂടെ കോയിൻ വന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവന് വയറ്റിൽ നിന്ന് പോണില്ല ഇവനക്ക്. അന്ന് ഇതുപോലെ തന്നെ ഒരാഴ്ച ശനി ഞായർ തന്നെയായിരുന്നു തോന്നുന്നു. ഞായറാഴ്ച അപ്പോൾ വയറ്റിൽ നിന്ന് പോണില്ല. ശനിയാഴ്ച പോയില്ല, ഞായറാഴ്ച അവനക്ക് വയറ്റിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം കുട്ടിയുടെ കണ്ണിൻ്റെ കൂടെ കൊണ്ട് വീർത്ത് അവനക്ക് ആകെ ഭയങ്കരമായിട്ട് ക്ഷീണമായ പോലെ. അപ്പോൾ ആകെ എനിക്ക് ടെൻഷൻ. അവൻ തിങ്കളാഴ്ച എന്തെന്നെ വന്നാലും വേണ്ടി തിങ്കളാഴ്ച പോയിട്ട് എൻഡോസ്കോപ്പിങ് അത് ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വയറ്റിൽ നിന്നും പോയില്ല. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, ആ കോയിനാണ് കിട്ടി. ആ ഒരു കോയിനാണ് ഇത്. ഒരു 10 ദിവസം വയറ്റിൽ കിടന്നാണ് കേട്ടോ ഈ തുരുമ്പ് പിടിച്ചത്. തുരുമ്പ് പിടിച്ച് നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ തുരുമ്പ് പിടിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ വയറിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥകൾ ആലോചിച്ചൊക്കെ ഈ ഓരോന്നും ദഹിപ്പിക്കാനുള്ള ഓരോ ഇതിൻ്റെ ഒക്കെ ഒന്ന് പവർ നോക്കി നിങ്ങൾ. ഈ ഒരു കോയിൻ കറുപ്പ് കളറിട്ട് അത് തുരുമ്പ് പിടിച്ച് ഈ ഒരു കോയിന്. അപ്പോൾ അതിന് ശേഷം എന്നിട്ട് അവൻ എക്സ്റേ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഡോക്ടർ ചോദിച്ചിട്ടാ, ആ സിസ്റ്റർമാർ ചോദിക്കും എന്തിനാണ്ട് നീ അതമ്മ മിണിങ്ങിയത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം അത് എൻ്റെ ഉമ്മച്ചി എനിക്കൊന്നും തിന്നാൻ ഫുഡൊന്നും തന്നില്ല, അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ അടുത്ത് മിണിങ്ങിയതാണെന്നറിയാം അവന്. അത് കുട്ടിക്കാരൻ എല്ലാവരോടും പറഞ്ഞ് കുട്ടിക്ക് പ്രാന്തായി തുടങ്ങി. കാരണം എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ട്. 11 ദിവസത്തോളം വയറ്റിൽ കിടന്നിട്ടോ കോയിന്. എന്നിട്ടൊന്നും പറ്റൊന്നുമില്ല, എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും. അന്ന് എനിക്ക് കോയിനടുക്ക് കണ്ടോട് കൂടിയിട്ട് എന്തോ ഒരു സാധനം മേലക്ക് പറന്ന് പോയ പോലെ. സത്യം പറയുന്നത് കാരണം ആകെനൊരു മരവിപ്പ് പോലെ ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ശരീരം ഫുൾ ഫ്രീ ആയ പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ശരിക്കും എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ. എനിക്ക് ഉപ്പ ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്തായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഉപ്പ മരിച്ച ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക് അങ്ങനെ ആയപ്പോഴാണ്. ആകെ ടെൻഷനായി, ആകെ ടെൻഷനായി. ഒരു സമാധാനം ഉണ്ടായിരുന്ന കാര്യം എന്താ പറയുക, എത്ര ദിവസം ഒരുക്കി തീർന്നെന്നറിയോ. അപ്പോൾ പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ, മക്കളുടെ കയ്യിലൊന്നും കോയിന് ബലൂൺ അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇനി എൻ്റെ മോന് കായ മിണുങ്ങോ? കോയ മിണുങ്ങും. എന്നിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കൂല കേട്ടോ. വേറെ കാര്യം, ഇനി കോയ മിണുങ്ങാൻ ഞാൻ നോക്കൂല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ കുറേ ദിവസമായി പറഞ്ഞു വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായി. ഈ ഒരു മാസം തന്നെ ഗംഭീര നല്ല മാസമായിരുന്നു. കാരണം ഇവനക്ക് വയ്യാണ്ടായി, അത് കഴിഞ്ഞിട്ട് എൽനാക്ക് വയ്യാണ്ടായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവനക്ക് എന്നെ വയ്യാണ്ടായി. പിന്നെ ഇങ്ങനെ ഒരു വയ്യാണ്ട് ഇങ്ങനെ സെക്ഷൻ മാറിയിട്ടൊരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഒരു മാസം എന്താണെന്ന് അറിയില്ല, എല്ലാം കൊണ്ടും അടിപൊളി ഉഗ്രൻ ടൈമാണ് എനിക്ക്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കമൻറ്റും ചെയ്തോട്ടോ. ഇതുപോലെ നിങ്ങളാരെങ്കിലും വീട്ടിൽ ഇതുപോലെ കോയം മിണിങ്ങിയിട്ട് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടില്ലെന്നാ അതുപോലെ ഇങ്ങനെ ഒരു അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.